ഗുഡ് മോർണിംഗ് ഓൾ. സോ നെക്സ്റ്റ് നമുക്ക് എടുക്കുന്നത് കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. എന്താണ് ഡേറ്റ? എല്ലാവരും കേട്ടിട്ടുള്ളത് ഡേറ്റ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ ആൻഡ് ഡേറ്റം? ഡേറ്റം കേട്ടിട്ടുണ്ട്, എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ഡേറ്റവും ഡേറ്റയും തമ്മിൽ? ഡേറ്റ എന്നുള്ളത് ഒരു പ്ലൂറൽ ഫോമാണ്. ഇതിൻ്റെ ഡേറ്റം എന്നുള്ളതിൻ്റെ ഡേറ്റം എന്താണ്? സിംഗുലറാണ്. ഇതിൻ്റെ പ്ലൂറൽ ഫോമാണിത് ഡേറ്റ. നമ്മൾ സാധാരണ ഇൻഫർമേഷൻസൊക്കെ എന്താണ്, നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷൻ, അതാണ് ഡേറ്റ. ഡേറ്റ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫാക്റ്റ് ഓർ പീസ് ഓഫ് ഇൻഫർമേഷനാണ് നമ്മളെ ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കളക്ഷൻ ഓഫ് ഡേറ്റ നമ്മൾ ഇന്നലെ പഠിച്ചു. പ്ലാനിങ് അല്ലേ, കളക്ഷന് പ്ലാനിങ്. അപ്പോൾ നമുക്ക് ഈ പ്രിലിമിനറി കൺസിഡറേഷൻ, പ്രിലിമിനറി പ്ലാനിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് കളക്ഷൻ ഓഫ് ഡേറ്റ. ഓക്കെ, കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക്കായി നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള ഡേറ്റയെ അത് കളക്ട് ചെയ്യുക, മീനിങ് അക്കൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റെക്കോർഡിങ്. ഇതാണ് ഈ കളക്ഷൻ ഓഫ് ഡേറ്റയിൽ വരുന്നത്. Okay, so collection of data implies accounting and systematic record of the information gathered in a statistical investigation. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനിലൂടെ ഗ്യാദർ ചെയ്തിട്ടുള്ള ഡേറ്റാസിൻ്റെ അക്കൗണ്ടിങ്, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഒക്കെ നമ്മൾ കളക്ഷൻ ഓഫ് ഡേറ്റ വരുന്നത്. ഓക്കെ, ഈ കളക്ഷൻ ഓഫ് ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഡേറ്റ കളക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏത് ടൈപ്പ് എൻക്വയറി ആണ് വേണ്ടത് എന്ന് ബേസ് ചെയ്ത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്, സാമ്പിള്, സെൻസസ്, പ്രൈമറി എൻക്വയറി ആണോ, പിന്നെ ഡയറക്റ്റ് എൻക്വയറി ആണോ, സെക്കൻഡറി ആണോ, ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് ടൈപ്പ് ഓഫ് എൻക്വയറി ഇന്നലെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് എൻക്വയറി ആണ് നമുക്ക് കോൺഫിഡൻഷ്യൽ ആണോ, അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രൈമറി തന്നെ നേരിട്ട് ചോദിക്കുന്നത് വേണം, ഒരാൾ അതിനാക്കാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നമുക്ക് സാമ്പിളാണ്, കുറച്ച് ഡേറ്റാസ് മാത്രം റെപ്രസെൻറ്റീവായി കിട്ടിയാൽ മതി, അത് എല്ലാവരെയും ഫുൾ ഇൻക്ലൂഡ് ചെയ്യണോ, സെൻസസോ സാമ്പിളോ, ഇതൊക്കെ നമ്മൾ ബേസ് ചെയ്തിട്ട് നമ്മൾ കളക്ഷൻ ഓഫ് ഡേറ്റ തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സോഴ്സിൽ നിന്ന് ഏതെന്നാണ് നമ്മൾ കളക്ട് ഡേറ്റ ചെയ്യുന്നത്, അതിന് ബേസ് ചെയ്തിട്ട് 2 ടൈപ്സ് ഡേറ്റ ഉണ്ട്. ഓക്കെ, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഓൺ ദ ബേസിസ് ഓഫ് ദ സോഴ്സ് ഫ്രോം വിച്ച് ദേ ആർ കളക്റ്റഡ്. ഏത് സോഴ്സിൽ നിന്നാണ് നമ്മൾ ആ ഡേറ്റ കളക്ട് ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ട് 2 ടൈപ്പ് ഡേറ്റ ഉണ്ട്, പ്രൈമറിയും സെക്കൻഡറിയും. പ്രൈമറി നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, ആ ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ് അയാൾ ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്നതാണ് പ്രൈമറി. സെക്കൻഡറി എന്ന് വെച്ചാൽ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റ നമ്മൾ എടുക്കുമ്പോഴാണ് അത് സെക്കൻഡറി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പ്രൈമറി ഡേറ്റയെ പറ്റി പഠിക്കാം. ഹൗ ടു കളക്ട് ദ പ്രൈമറി ഡേറ്റ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പ്രൈമറി ഡേറ്റ കളക്ഷൻ മെത്തേഡ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തേതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമുക്ക് പ്രൈമറി ഡേറ്റ. എന്താണ് ഈ പ്രൈമറി ഡേറ്റ? പ്രൈമറി ഡേറ്റ ആർ ദൂസ് കളക്റ്റഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ്. ഒരു ഇൻവെസ്റ്റിഗേറ്റർ അയാൾ സ്വയം എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് ഈ പ്രൈമറി ഡേറ്റ. ഫോർ ദി ഫസ്റ്റ് ടൈം ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഫസ്റ്റ് തന്നെ അയാൾ കളക്ട് ചെയ്യുന്ന ഒരു സ്പെസിഫിക് പർപ്പസ്. ദസ് ദ ഒറിജിനൽ ഇൻ ക്യാരക്ടർ. ഇപ്പോൾ നമ്മൾ ഒരാളോട് ഡയറക്റ്റ് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് ഒറിജിനൽ ക്യാരക്ടറിലുള്ളത് കിട്ടും ഇല്ലേ. നമ്മൾ ഡേറ്റാസ് ഇപ്പോൾ അയാളുടെ ഇപ്പോൾ ഒരു സർവേക്ക് പോകുമ്പോൾ അവരുടെ വീട്ടിൽ എത്ര ആളുടെ എത്ര ഇൻകം, അതൊക്കെ നമ്മൾ ഡയറക്റ്റ് ചോദിച്ചാൽ നമുക്കൊന്നും കൂടി എന്ത് ചെയ്യുക, ഒറിജിനൽ ക്യാരക്ടറിസ്റ്റിക്സും. ഇതിനാണ് ഈ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൈമറി ഡേറ്റയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, ട്രൂത്ത്ഫുള്ളായിരിക്കും ഇല്ലേ. ട്രൂത്ത്ഫുൾ ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഫർദർ സ്യൂട്ട് ദ പർപ്പസ്, വേറെ ഇനി എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വെരി എക്സ്പെൻസീവ് ആണല്ലേ, അത് ടൈം കൺസ്യൂം. അപ്പം നമ്മൾ എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ ഡേറ്റ ആകുമ്പോൾ നമുക്ക് എക്സ്പെൻസീവാണ്. അതായത് ഇപ്പോൾ നമ്മൾ ടൈം കുറേ എടുക്കില്ല, ഓരോരുത്തരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ ഡേറ്റ കളക്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ടൈമും കുറേ എടുക്കും, നമുക്ക് ട്രാവലിങ് അങ്ങനെ കുറേ എക്സ്പെൻസീവാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ട്രൂത്ത്ഫുള്ളാണ് ആൻഡ് ഇറ്റ് ഈസ് ക്യാൻ ബി സ്യൂട്ട് ഫോർ എനി പർപ്പസ്, അത് അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഈ എക്സ്പെൻസീവും ടൈം കൺസ്യൂമിങ് ഒക്കെ എന്താണ്, ഡിസഡ്വാൻറ്റേജ് ആണ്. മോസ്റ്റ് ഓഫ് ദ പ്രൈമറി ഡേറ്റ മെത്തേഡ് എന്ന് വെച്ചാൽ ട്രൂത്ത്ഫുൾ ആണെങ്കിലും ഇതൊക്കെ അതിൻ്റെ ഒരു എക്സ്പെൻസീവും ടൈം കൺസ്യൂമിങ്ങും ഒക്കെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് പ്രൈമറി ഡേറ്റ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക്
പ്രൈമറി ഡേറ്റ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യേണ്ട ഡിഫറെൻറ്റ് മെത്തേഡ്സിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, പേര് പോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. നെക്സ്റ്റ് വൺ ആണ് ബൈ ഷെഡ്യൂൾസ് ഓൺ ക്വസ്റ്റിനെയർ. നെക്സ്റ്റ് ഫോർത്ത് വൺ ലോക്കൽ കറസ്പോണ്ടൻസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ എങ്ങനെ മനസ്സിലാവുക? അതായത് ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യുക, കളക്ട് ഡേറ്റ പേഴ്സണലി ഡയറക്റ്റായിട്ട്, ഇപ്പോൾ ഒരാളുടെ ഡേറ്റ വേണമെങ്കിൽ അയാൾ തന്നെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നതാണ് എന്ത്, ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, പിന്നെന്ന് വെച്ചാൽ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അയാൾ ഇപ്പോൾ ഡയറക്റ്റായിട്ട് ആ പീപ്പിളിനെ അയാൾ എന്ത് ചെയ്യുക, മീറ്റ് ചെയ്യേണ്ടി വരും, എന്നിട്ട് ഡേറ്റ കളക്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് നമുക്ക് എപ്പോഴും പോസിബിൾ അല്ല. ഇത് എപ്പോഴാണ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടതെന്ന് വെക്കുമ്പോൾ വെൻ ദ ഏരിയ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ലിമിറ്റഡ്. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ഏരിയ കുറച്ച് സ്ഥലത്തുള്ള ആളോട് മാത്രം ചോദിക്കുകയാണെങ്കിൽ നമുക്കത് പറ്റുള്ളൂ. ഇപ്പോൾ കുറേ ആൾക്കാരുണ്ടെങ്കിൽ, കുറേ ഇൻവെസ്റ്റിഗേഷൻ്റെ ഏരിയ ഇപ്പോൾ കുറേ കുറേ പേഴ്സൺസിനോട് നമ്മൾ ചോദിക്കണമെങ്കിൽ എല്ലാവരും ഡയറക്റ്റായി പോയി ചോദിക്കൽ അത് ഇമ്പോസിബിളാണ്. പിന്നെ അതുപോലെ തന്നെ വെൻ ദ ഹയർ ഡിഗ്രി ഓഫ് അക്യുറസീസി, നമുക്ക് അത്രയ്ക്ക് അക്യുറേറ്റായി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളങ്ങനെ ഓരോരുത്തരോടും ചോദിക്കണം ഇല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹയർ ഡിഗ്രി വേണമെങ്കിൽ ഇപ്പോൾ ഓരോ വീട്ടിലിപ്പോൾ നമ്മൾ അടുത്തുള്ളവരോട് ഇപ്പോൾ അവരുടെ ഇൻകം എത്ര അല്ലെങ്കിൽ ഏജ് എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആ സെൻസസ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത്, ഇപ്പോൾ ഹയർ ഡിഗ്രിക്ക് ഈ ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഓക്കെ, പിന്നെയെന്ന് വെച്ചാൽ കോൺഫിഡൻഷ്യലായിട്ട് എന്തെങ്കിലും ഡേറ്റ വേണമെങ്കിൽ, ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അല്ലാതെ എന്തെങ്കിലും രഹസ്യമായിട്ടുള്ള ഡേറ്റയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ CBIയിലൊക്കെ പോലെയല്ല, നമ്മളെന്ത് ചെയ്യും, ഒരാളോട് അങ്ങ് ഡയറക്റ്റ് ചോദിക്കും. അപ്പോൾ വേറെ ആളോട് ചോദിച്ചാൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമ്പോൾ നമുക്കറിയാം അയാളോട് ഡയറക്റ്റായി ചോദിക്കുമ്പോൾ നമ്മൾ കോൺഫിഡൻഷ്യൽ ഡേറ്റാസ് കിട്ടുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ഏരിയ ഇൻവെസ്റ്റിഗേഷൻ്റെ ഏരിയ കോംപ്ലക്സ് ആണെങ്കിൽ നമുക്ക് ഐഡിയ ഉണ്ടാവുള്ളൂ, നമ്മൾ പുറമെ ആരെങ്കിലും ഏൽപ്പിക്കുമ്പോൾ അവർക്ക് ഐഡിയ ഉണ്ടാവില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ ഡയറക്റ്റ് പേഴ്സണൽ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് കുറേ മെറിറ്റ്സ് ഉണ്ട്. മെറിറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒറിജിനൽ ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിലയബിൾ ഇൻഫർമേഷൻസ് കിട്ടുന്നതെല്ലാം റിലയബിൾ ആയിരിക്കും. പിന്നെന്ന് വെച്ചാൽ ആ നമ്മൾ എടുക്കുന്ന ഡേറ്റയിൽ നമുക്കൊരു എന്ത് ചെയ്യും, ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും ഇല്ലേ. കാരണം എല്ലാവരോടും നമുക്ക് ഒരേ ഒരു രീതിയിൽ നമുക്ക് എന്താണോ ആവശ്യമില്ല അത് നമുക്ക് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ അക്യുറേറ്റ് ഇൻഫർമേഷൻ ഗേദർ, നമ്മളെ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും, അക്യുറേറ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് കുറച്ച് ഡീമെറിറ്റ്സും ഇല്ലേ. കാരണം എന്തായിരിക്കും ഡീമെറിറ്റ്സ്, നമ്മൾ എന്ന് വെച്ചാൽ വലിയ ഏരിയയിലൊന്നും പോയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ഇങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, ഏരിയ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സ്മോൾ ആയതിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഡേറ്റ കളക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ എന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടൊക്കെ തന്നെ അടിയ ഡിസഡ്വാൻറ്റേജ്. ആൻഡ് ചാൻസസ് ഓഫ് പേഴ്സണൽ ബയാസിസ് മോർ, അതായത് ഓരോരുത്തരും എടുക്കണം, നമ്മൾ ഡയറക്റ്റായിട്ട് പേഴ്സണലായിട്ട് തന്നെ മീറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പേഴ്സണൽ ബയാസിങ്ങും കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് പേഴ്സണോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ ചെറിയ ഏരിയയിലാണെങ്കിൽ ഓക്കെ, വലിയ ഏരിയയിലാണെങ്കിൽ ഡിഫിക്കൽട്ടി ആണില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിലാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഓർ ഓറൽ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള ഒരു മെത്തഡിൽ അതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഓറൽ ഇൻവെസ്റ്റിഗേഷൻ എന്താണ്. ഈ ഇൻഡയറക്റ്റ് മെത്തേഡ് നമ്മളെന്ന് വെച്ചാൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഫീൽഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വെരി വാസ്റ്റ്. ഇപ്പോൾ നമ്മൾ കുറേ ഏരിയയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കണമെങ്കിൽ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുക. കാരണം ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, അത് പോസിബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ വെൻ ദ ഇൻഫർമെൻറ്റ്സ് ആർ ഇൻഡിഫറൻറ്റ് ഓർ അൺവില്ലിങ് ടു സപ്ലൈ ദ ഇൻഫർമേഷൻ റിക്വയർഡ്. ഇപ്പോൾ നമ്മൾ ആ ഇൻഫർമെൻറ്റ്, നമ്മൾ ആരിൽ നിന്നാണോ ഇൻഫർമേഷൻ സ്വീകരിക്കുന്നത് അയാൾക്ക് എന്ത് ചെയ്യുക, ചിലപ്പോൾ അങ്ങ് ഡയറക്റ്റായി, ഇപ്പോൾ നമ്മളാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, അവർ ഡയറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ അവസരത്തിൽ എന്ത് ചെയ്യുക, അവരോട് അടുത്ത ആരെങ്കിലും നമ്മൾ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലതില്ല. അങ്ങനത്തെ അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഡയറക്റ്റ് ഒരു ഓറൽ ഇൻവെസ്റ്റിഗേഷൻ യൂസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് കണ്ടിട്ട് ഇപ്പം നമ്മൾ ഒരാളോട് നമ്മളെ പറ്റി അഭിപ്രായം ചോദിക്കാൻ പറ്റില്ല, പക്ഷേ വേറെ ആരെങ്കിലും ആയിട്ട് നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കുമ്പോൾ നമ്മളെ പറ്റിയുള്ള അഭിപ്രായം അവരുടെ അടുത്ത് നിന്ന് കിട്ടും ഇല്ലേ. അതാണ് ഉദ്ദേശിക്കുന്നത്. അൺവില്ലിങ് ആയ സിറ്റുവേഷനിൽ നമുക്ക് ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ എന്ന് വെച്ചാൽ ഇതെന്താണ്,
ഇൻ ദിസ് മെത്തേഡ് ദ ഡാറ്റ ഈസ് നോട്ട് കളക്റ്റഡ് ഡയറക്റ്റ്ലി. ഓക്കെ, ഈ ഇതിലെന്ന് വെച്ചപ്പോൾ നമ്മൾ ഡാറ്റ എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു പേഴ്സൺസ് ഫ്രം ദ പേഴ്സൺ ബട്ട് ത്രോ ഇൻഡയറക്റ്റ് സോഴ്സ്, നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇതിൽ ഡാറ്റ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതായത് ഇതിൽ നമ്മളൊരു തേർഡ് പാർട്ടീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻക്വയറിക്ക് വേണ്ടി വിടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരു ഓഫീസിൽ, ഒരു മുനിസിപ്പൽ ഓഫീസിൽ ഒരിക്കലും ചെയർമാനൊന്നും ഡയറക്റ്റ് പോയിട്ട് സെൻസസ് എടുക്കില്ല, ഇല്ലേ? ഓരോ പ്രദേശത്തിലേക്കും നമ്മൾ അവിടുത്തെ ഓരോ മുനിസിപ്പൽ ഓഫീസിലുള്ള വർക്കേഴ്സിനെ ഓരോ പേരെ വിട്ടിട്ടാണ് അവിടുത്തെ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്യുന്നത്. അതാണ് ഈ ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. പക്ഷേ ഈ ആൾക്കാർ ഡയറക്റ്റായിട്ട് ചോദിക്കുന്നതാണ് ചെയ്യുന്നത്, അല്ലാതെ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച ഡേറ്റ എടുക്കില്ല, ഡയറക്റ്റ് ചോദിക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ അയക്കുന്ന ഈ തേർഡ് പേഴ്സൺസിനെ പറയുന്ന പേരാണ് വിറ്റ്നസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ നമ്മളെ ഓറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് ആരാണ്? ഈ വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ അതാണ് തേർഡ് പാർട്ടി ഇതാണെന്നതിൽ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ മോസ്റ്റ് ഓഫ് ദ കമ്മീഷൻസ് ആൻഡ് കമ്മിറ്റി അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഒക്കെ എന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡാണ്. ഓക്കെ, ഈ മെത്തേഡാണ് യൂസ്. അപ്പോൾ ഈ മെത്തേഡിലും നമുക്ക് അക്യുറസി കിട്ടും. ഇപ്പോൾ നമ്മളെല്ലാം ഡയറക്റ്റായി ചോദിക്കുന്നില്ലെങ്കിലും വേറൊരാൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സെൻഡ് ചെയ്ത ആൾ ഡയറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനും അക്യുറസി ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് പേഴ്സൺസ് ഹൂസ് എവിഡൻസ് ആർ റെക്കോർഡ്. ഇപ്പോൾ അതായത് ഏത് എവിഡൻസ് ആണോ ഇപ്പോൾ നമ്മൾ വഹിക്കുന്നത്, അപ്പോൾ നമ്മൾ ആ പേഴ്സൺസിൻ്റെ ടൈപ്പായി അയക്കുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഡേറ്റാസ്, പിന്നെ പറയുന്ന ആൾക്കാരെ എല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്താണ്, ഇത് നമുക്ക് ലാർജ് ഇൻവെസ്റ്റിഗേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്ന് ടൈം നമുക്ക് സേവ് ചെയ്യാം, ഇല്ലേ? വേറെ ആൾക്കാരെ നമ്മൾ തന്നെ ഡയറക്റ്റ് പോകേണ്ട ആവശ്യമില്ല. കുറേ ആൾക്കാരെ പല പല സ്ഥലത്ത് അയക്കുമ്പോൾ നമുക്ക് ആ അയച്ച ആൾക്കാർക്ക് ആ ഒരു പ്രദേശത്തെ ഇത് മാത്രം കളക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, ഇതൊരു ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിമ്പിൾ ആൻഡ് കൺവീനിയൻ്റ് ആണ്. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ പല സമയത്ത് എന്താവില്ല, ഇത് ട്രൂ ആയി. ഇപ്പം നമ്മൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുക ട്രൂ ആണോ അല്ലെന്ന്. പക്ഷെ വേറൊരാളാക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യുക, ഈ അയച്ച ആൾ ഫുള്ളായിട്ട് കളക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ, അത് പറയുന്ന ആൾ ഇവരോട് പറഞ്ഞു തന്നെയാണോ ഇവർ നമുക്ക് ഡേറ്റാസ് തരുന്നത്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് പറയാൻ പറ്റില്ല കറക്റ്റ് ആണോ അല്ലെന്ന്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ചോദിക്കുന്നതിൻ്റെ അത്രയും അക്യുറസി ഇൻഡയറക്റ്റ് ചോദിച്ചാൽ കിട്ടില്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വണ് തേർഡ് മെത്തേഡ് ഫോർ ദി കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ആണെന്ത്, ഷെഡ്യൂൾസ് ആൻഡ് ക്വസ്റ്റിനെയർ മെത്തേഡ്. ഈ ഷെഡ്യൂൾസും ക്വസ്റ്റിനെയറും മെത്തേഡ് ഇത് രണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് ഇതാണ്. ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ ഡേറ്റ കളക്ഷനിൽ വാട്ട് ഈസ് ദ ക്വസ്റ്റിനെയർ മെത്തേഡ് എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഷെഡ്യൂൾസ് എന്ന് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ മെത്തേഡിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്യുക, ഒരു ലിസ്റ്റ് ഈ മെത്തേഡിലൊക്കെ എന്ന് വെച്ചാൽ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ അടുത്ത് കിട്ടില്ല, പേര് അഡ്രസ്സൊക്കെ ചോദിക്കാണ്ട് എത്ര വയസ്സായി, എന്താണ് എഡ്യൂക്കേഷൻ, അങ്ങനെ കുറേ ഇത് തരുന്നുണ്ട്. ഈ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിനെയാണ് നമ്മൾ ക്വസ്റ്റിനെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഈസ് പ്രിപ്പയർഡ് ആൻഡ് ഇൻഫർമേഷൻസ് ആർ കളക്റ്റഡ് ഫ്രം വേരിയസ് സോഴ്സസ്. ഇതിലിപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റിനെയർ പ്രിപ്പയർ ചെയ്തിക്കാണ്ട് ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കോളേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ഏതൊക്കെ ടീച്ചേഴ്സാണ് പഠിപ്പിക്കുന്നത്, ക്ലാസ് എങ്ങനെ, അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമ്മൾക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതൊരു ക്വസ്റ്റിനെയർ, നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് അതിൽ ഇട്ടിട്ട് നമുക്ക് ആൻസർ ചോദിക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ടൈമൊക്കെ ഓരോരുത്തർക്ക് എന്ത് ചെയ്യുക, ആ ഒരു പേപ്പർ കൊടുത്താൽ അവർ തന്നെ ഫില്ല് ചെയ്ത് തരും, ഇല്ല? അപ്പോൾ നമുക്ക് ടൈമൊക്കെ എന്താണ് കുറക്കാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റിനെയർ മെത്തേഡിൻ്റെ സക്സസ് എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ്സ് ഡിപ്പെൻഡ് ലാർജ്ലി ഓൺ ദ പ്രോപ്പർ ഡ്രാഫ്റ്റിംഗ്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് പ്രോപ്പർ ഇൻഫർമേഷൻ കൂടുതലായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന് പ്രോപ്പർ ഡ്രാഫ്റ്റ്, ഇപ്പോൾ അയാൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അവരെ കൊണ്ടു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓഫീസിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ മെയിനായിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ക്വസ്റ്റിനെയറിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റിനെയർ എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇത് ഫില്ല് ചെയ്യുന്നത്, ഇല്ലേ? അപ്പോൾ ഈ നിങ്ങൾ ഫില്ല് ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെയാണ് അത് ഇൻ്റർവ്യൂവറിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുള്ള ആൻസർ തന്നെയാണെന്ന് നിങ്ങളോട് ഇപ്പോൾ ഇൻ്റർവ്യൂവർ ഡയറക്റ്റായി ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങൾ ആൻസർ പറയുക, അതേ ആൻസർ തന്നെയാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ടും അയാൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്, അപ്പോൾ ഇതിന്ന് നമ്മൾ ഒരു അക്യുറസി കൂടുതലായിരിക്കില്ല, കാരണം കറക്റ്റ് ഡയറക്റ്റ് നിങ്ങൾ ഫില്ല് ചെയ്ത് ഡയറക്റ്റായിട്ട് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, പക്ഷേ ഈ ക്വസ്റ്റിനെയർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻ വേണം, ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്കില്ല് വേണം, അത് എക്സ്പീരിയൻസ് ഒക്കെ വേണം. ഓക്കെ,
അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനെയർ എന്ത് ചെയ്യുക പോസ്റ്റ് വഴി അയക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരു നമ്മൾ ഇൻ്റർവ്യൂവേഴ്സിനെ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യനെയർ കൊടുക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യും ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിൻ്റെ ഇടയിൽ ടിക്ക് അതിന് മാർക്ക് ഇടാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഈ മെത്തേഡിലൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്ന് വെച്ചപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ പോസ്റ്റ് വഴി ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ എന്തായാലും ഒരു കവറിങ് ലെറ്റർ, അതുപോലെ തന്നെ ഫിൽ ദ ക്വസ്റ്റ്യൻ ആൻഡ് സെൻഡ് ടു ദം ബാക്ക് ഇല്ലേ, ഒരു കവറിങ് ലെറ്റർ ഉണ്ടാവും ഇൻവെസ്റ്റിഗേഷന്. അതുപോലെ തന്നെ ഇപ്പോൾ അയാൾക്ക് എന്തിനെ പറ്റി എവിടുന്നാണ് എന്താണ് ഇതിൻ്റെ ലക്ഷ്യം, ആരാണ് എവിടുന്നാണ് ഇപ്പോൾ ഇത് നിൽക്കാൻ നമുക്ക് ഇതുണ്ടാകും. നമ്മളത് ഫില്ല് ചെയ്തിട്ട് പോസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ നോക്കാം, ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് ഒരു ഇതിൽ നിന്ന് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് കുറേ ഇപ്പോൾ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് അങ്ങനെ ചോദിച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യനെയർ തന്നു, അത് നമ്മൾ ഫില്ല് ചെയ്യുക. പക്ഷെ ആ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് വായിക്കാൻ അറിയണ്ടേ, അതായത് അങ്ങനെ നിൽക്കുമ്പോൾ ആരടുത്തു നിന്നാണ് നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടുന്നത്. ഓക്കെ, അവർക്ക് എന്ത് ചെയ്യണം, ലിറ്ററേറ്റ് ആയിരിക്കണം. അതായത് നമുക്ക് എഴുതാനും വായിക്കാനും കഴിയുന്ന ആൾക്കാർക്കാണ് അത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ആ ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഷെഡ്യൂൾ എന്നുള്ളതിൻ്റെ വ്യത്യാസം, ഷെഡ്യൂളും ക്വസ്റ്റ്യനെയറും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ ഷെഡ്യൂളും എന്താണ് ഈ ക്വസ്റ്റ്യനെയർസ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫില്ല് ചെയ്യുന്നത്. പക്ഷേ അതെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കില്ല. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഓഫീസിൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നില്ല, അപ്പോൾ ഈ ചോദിക്കുന്ന ഇപ്പോൾ 10 ആൾക്കാരാണ് നമ്മൾ ഈ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ ഉദ്യോഗാർത്ഥികൾ വന്നെങ്കിൽ 10 പേർക്കും ഈ സെയിം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആ ആൻസറും ആ മാർക്കും ചെയ്യും. ഓക്കെ, പക്ഷെ അത് ചെയ്യുന്നത് ഈ ഉദ്യോഗാർത്ഥികൾ ഇത് ഡയറക്റ്റ് ആയിട്ടല്ല, അതിന് വേണ്ടിയിട്ട് ഒരു ഇനോമിനേറ്റർ ഉണ്ടാവും, ഇൻ്റർവ്യൂവർ ഉണ്ടാവും. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ആൻസർ എന്താണ്, മാർക്ക് ചെയ്യുന്നതൊക്കെ അയാളാണ്. അപ്പോൾ അതിന് നമുക്ക് അധികം ഈ കിട്ടുന്ന ആൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനെയറും കൊണ്ട് നമുക്കിപ്പോൾ ഓഫീസിൽ നിന്ന് ഒരു നമ്മളെ എന്താ പറയുക ഒരു മുനിസിപ്പൽ ഓഫീസ് അങ്ങനെ എന്തെങ്കിലും ഒരു ഓഫീസിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനെയർ തന്ന് നമ്മൾ ഫില്ല് ചെയ്യുക, അതാണ് ക്വസ്റ്റ്യനെയർ. അപ്പോൾ നമുക്ക് എല്ലാത്തിനെ പറ്റി അറിയണം, എന്നാലാണ് നമുക്കത് കറക്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ സമയത്ത് ഒരാൾ ആ പേപ്പറും കൊണ്ടുവന്നു, അയാൾ നിങ്ങളോട് ഓരോന്ന് ചോദിക്കുന്നു. ഇപ്പോൾ വീട്ടിൽ എത്ര ആളുടെ വീട്ടിലെ ഇൻകം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നമുക്ക് വായിക്കാൻ അറിയണം, എഴുതാൻ അറിയുന്നില്ല, നമുക്ക് ആ കൺസെൻ്റ് എന്താണെന്നുള്ളത് അയാൾക്ക് കൊടുത്താൽ മതി, അയാൾ ഫില്ല് ചെയ്യും. അതാണ് ഷെഡ്യൂൾ. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഷെഡ്യൂളിന് നമുക്ക് ഇതൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഷെഡ്യൂൾ ചെയ്താകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആൾക്കാർക്ക് അത്രയും ടൈം എടുക്കും, ഇല്ല ആ ആൾ തന്നെ ഫില്ല് ചെയ്യണം. മറ്റേത് എന്ത് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യനെയർ ഓരോ വീട്ടിലേക്ക് കൊടുത്താൽ മതി, ആ വീട്ടിലേക്ക് ഫില്ല് ചെയ്തിട്ട് നേരെ ഓഫീസിലേക്ക് എത്തിക്കും. ഓക്കെ, അതാണ് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെന്ന് വെച്ചാൽ പ്രൈമറി ആയിട്ട് പറയുന്നതാണ് ലോക്കൽ കറസ്പോണ്ടിങ്. അതായത് ഇപ്പോൾ നമ്മളെ മാഗസിൻ ഇപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഡേറ്റ ഈസ് നോട്ട് ഫോർമലി കളക്റ്റഡ് ബൈ ദ എന്യൂമറേറ്റർ ഡയറക്റ്റ് ആയിട്ടല്ല ഡേറ്റ കളക്ട് ചെയ്യുക. പക്ഷേ ഈ ലോക്കൽ കറസ്പോണ്ടിങ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ദേ ആർ കളക്റ്റഡ് ബൈ ലോക്കൽ കറസ്പോണ്ടിങ് ന്യൂസ് പേപ്പേഴ്സ് ഏജൻസി. ജനറലി ഈ ന്യൂസ് പേപ്പർ ഏജൻസിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ അവരാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ആ ഡേറ്റയിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെന്ത് ഹൈ ഡിഗ്രി പ്രിസിഷനൊന്നും ആവശ്യമില്ല. ഇതിലെന്ന് വെച്ചാൽ എന്താണ് ലീസ്റ്റ് എക്സ്പെൻസീവാണ്. കാരണം ഒരു ഏജൻസിയിൽ നിന്ന് കിട്ടിയ ഡേറ്റയാണ് നമ്മൾ എടുക്കുന്നത്. ലോക്കൽ കറസ്പോണ്ടൻസിൽ നിന്ന് കിട്ടിയ ഡേറ്റ എടുത്തിട്ട് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എക്സ്ചേഞ്ച്. പിന്നെ ക്വസ്റ്റ്യനെയറും ഷെഡ്യൂൾസും തമ്മിലുള്ള ഡിഫറൻസ് അത് ജസ്റ്റ് ഒന്ന് പഠിച്ച് വെക്കുക. അത് നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ഈ ഷെഡ്യൂൾ എന്യൂമറേറ്റേഴ്സ് തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്, മറ്റേത് എന്താണ് ഇൻഫോർമൻസ് നമ്മളാണ് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ എന്ന് വെച്ചാൽ ഇത് ക്യാരീഡ് ചെയ്യുന്നത് എന്യൂമറേറ്ററാണ് ഷെഡ്യൂൾ. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യനെയർ എന്താണ്, നമുക്ക് തന്ന പേപ്പർ നമ്മൾ പോസ്റ്റ് ചെയ്യലേ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം മോർ കോസ്റ്റ്ലി ആണ് ഈ ഷെഡ്യൂൾ, പക്ഷേ മറ്റേത് ലെസ് കോസ്റ്റ്ലി ആണ്, പിന്നെ ലെസ് ടൈം കൺസ്യൂമിങ് ആണ്. മറ്റേത് മോർ ടൈം കൺസ്യൂമിങ് ആണ് ഇല്ലേ. അപ്പോൾ ഈ ഇതിൽ ഗുഡ് റെസ്പോൺസ്, അതായത് ലെസ് ടൈം കൺസ്യൂമിങ് എന്ന് വെച്ചപ്പോൾ നമ്മൾ അയാളിനെ ചോദിച്ചാൽ അതങ്ങ് തീർന്നു. മറ്റേത് ഇപ്പോൾ അവർ അയക്കുന്നത് എപ്പോഴാണോ ചിലപ്പോൾ ലെസ് കൺസ്യൂമിങ് ആകാം, അല്ലെങ്കിൽ മോർ കൺസ്യൂമിങ് ആകാം, അതിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഫർമേഷൻ ഈ അഡിക്വേറ്റ് ആണ്, മറ്റേ ഡേറ്റ എന്താണ് ഇൻഅഡിക്വേറ്റ് ആണ്. പിന്നെ ഈ ഷെഡ്യൂൾ എന്ന് വെച്ചാൽ
റെസ്പോണ്ടൻസ് ഷുഡ് നോട്ട് ബി ലിറ്ററേറ്റർ ആകണം എന്നില്ല, നമ്മൾ ചോദിച്ചാൽ മതി. മറ്റേതിൽ എന്താണ് ക്വസ്റ്റ്യനെയർ എന്താ റെസ്പോൺസർ തന്നെ ആയിരിക്കണം. പിന്നെ നമ്മൾ ചില എക്സാമിന് ചോദിക്കുന്നത് ഡ്രാഫ്റ്റിംഗ് ക്വസ്റ്റ്യനെയർ. ഈ ഡ്രാഫ്റ്റിംഗ് ക്വസ്റ്റ്യനെയറിൻ്റെ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെയാണ് നമുക്കൊരു ഗുഡ് ക്വസ്റ്റ്യനെയർ ഡ്രാഫ്റ്റ് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് പറയാം ഫസ്റ്റ് നമ്മൾ ഒരു സർവേ നടത്തുമ്പോൾ എന്തായിരിക്കണം, ആ സർവേ നടത്തുന്ന ആൾ മസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ് ആൻഡ് ദ ഒബ്ജക്റ്റ്. ഇപ്പം നമ്മൾ ആരാണ്, എന്തിനാണ് ആ സർവേ നടത്തുന്നതെന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പിന്നെയെന്ന് വെച്ചാൽ ഈ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഷുഡ് ബി കെപ്റ്റ് മിനിമം. ക്വസ്റ്റ്യൻസ് കുറക്കണം, നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം മതി. അപ്പോഴാണ് മറ്റേതെന്ന് വെച്ചാൽ വേസ്റ്റാണ് കുറേ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കണം, ഷോർട്ട് ആയിരിക്കണം ആൻഡ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം. ഈ ക്വസ്റ്റ്യനെയർ എന്ത് ചെയ്യണം, അതുപോലെ ലാർജ് ടൈപ്പ് ആയാലും ബാക്കിയുള്ളവർക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഷോർട്ടായിരിക്കണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡറിലായിരിക്കണം എന്ത് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എത്ര ഏജായി, ആരൊക്കെ എന്തൊക്കെ വർക്ക് ചെയ്യുന്നു, എന്തൊക്കെ വർക്ക് ആ ഒരു ലെവലിൽ ഇങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആരൊക്കെ എന്തൊക്കെ വർക്ക് ചെയ്യുന്നു, എത്ര പേരുണ്ട്, എന്താണ് വീട് നമ്പർ, അങ്ങനെയല്ല ചോദിക്കുക. ഒരു ഓർഡറിലായിരിക്കണം, അപ്പോഴാണ് ഒരു ക്വസ്റ്റ്യനെയറിൻ്റെ ഒരു ഗുഡ് ക്വസ്റ്റ്യനെയറിൻ്റെ ക്വാളിറ്റിയാണത്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ ഷുഡ് ബി ക്ലിയർ ആയിരിക്കണം. ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിരിക്കണം, ഡൗട്ട് വരരുത്. ഡൗട്ട് വന്നാൽ അവർ തെറ്റായിട്ടായിരിക്കും മാർക്ക് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഒറ്റ വാക്കിൽ പറയുന്നില്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിരിക്കണം. പിന്നെയെന്ന് വെച്ചപ്പോൾ നമ്മളൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു ഇതിൽ അറിയൂ ഡ്രിങ്ക് എന്നൊക്കെ കൊടുത്താൽ എന്താകും, ചിലവർക്ക് അതെന്ന് വെച്ചാൽ നമുക്കറിയാം കോൺഫിഡൻഷ്യൽ ലെവൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓഫീസിലേക്കൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും പുറത്ത് അങ്ങനത്തെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻസ് എല്ലാവരും ആൻസർ ചെയ്യാൻ ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ അങ്ങ് മാക്സിമം ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. മാക്സിമം യെസ് ഓർ നോ ഒറ്റ വാക്കിൽ എഴുതാം, അല്ലെങ്കിൽ ഒരു നമ്പർ അങ്ങനെ കൊടുക്കുക. അതായത് ആവറേജ്, ഗുഡ്, വെരി ആവറേജ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ക്വസ്റ്റ്യനെയറിൽ അങ്ങനെ കൊടുക്കുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് അത് മനസ്സിലാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യനെയർ എന്ത് ചെയ്യണം, അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. അത് ഫില്ല് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കണം. പിന്നെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് പിന്നെ വേണ്ടതെന്ന് ക്വസ്റ്റ്യൻസ് ഒരു കൺവീനിയൻറ്റ് സൈസിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. പിന്നെ ഈ ക്വസ്റ്റ്യൻ കണ്ടാത്തത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അട്രാക്റ്റീവാണ്. ഇങ്ങനത്തെ കുറച്ച് ഇതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു 10 പോയിൻറ്റ്സൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനെയറിൻ്റെ ഒരു മോഡലാണ് ഇത്. അതായത് പേര് ചോദിക്കുക, ഏജ്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യനെയറില്ലേ. അപ്പോൾ നമുക്ക് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതൊരു മോഡലാണ്, ജസ്റ്റ് ഒരു മോഡൽ അത്രേ ഉള്ളൂ. എസ്സേ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു മോഡൽ വരച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതങ്ങ് ഡയറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇത്രയാണ് പ്രൈമറി മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ പ്രൈമറി മെത്തേഡ്സ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷന്, ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, അല്ലെങ്കിൽ ബൈ ഷെഡ്യൂൾസ് ക്വസ്റ്റ്യനെയർ, ബൈ കറസ്പോണ്ടിങ്സ്. ഓക്കെ, താങ്ക് യു.